കുസാറ്റിൽ CSE പഠിച്ചാൽ നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുമോ, അബ്രോഡൊക്കെ പോകാൻ പറ്റുമോ? പ്ലീസ്. ഞാൻ +2 ബയോസയൻസ് ആണ് പഠിച്ചത്. ടു ബി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സെക്ഷൻ അല്ലാതെ ജോബ് കിട്ടാൻ വഴിയുണ്ടോ? is studying for CSE, which country is better? India, GCC countries or Europe? You wished you have learned in your college life to make your work life easier. Or if I complete MSc CS from a normal. ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. സോ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കമൻസ് ആയിട്ട്. സോ ഐ തോട്ട് ഓഫ് ആൻസറിങ് ഓൾ ദോസ് ഇൻ ദിസ് വീഡിയോ. എനിക്ക് കുറേ വന്നത് ഈ +2 കഴിഞ്ഞ് എന്തെടുക്കണം, ഞാൻ ബയോ ആണ് എടുത്തത്, CS ചാടിയ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ JEEക്ക് വേണ്ടി ഒരു വർഷം ഞാൻ ഗ്യാപ്പ് ഇയർ എടുക്കുന്നുണ്ട്, ഈ സിറ്റ് വർത്തിട്ട്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇൻസ്റ്റെഡ് ഓഫ് ആൻസറിങ് എവ്രി വൺ ഞാൻ അതെല്ലാം റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ വീഡിയോ ഓഫ് ദ സെയിം. സോ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് പറഞ്ഞേക്കണേ, വിൽ ഐ ഗെറ്റ് എ ജോബ് ഇഫ് ഐ കംപ്ലീറ്റ് MSc CS ഫ്രം എ നോർമൽ കോളേജ് ആൻഡ് ഹാവ് ഗുഡ് സ്കിൽസ് ഇൻ ടെക്നിക്കൽ ബേസ്ഡ് തിങ്സ്? I just completed my +2. I am thinking of taking BSc CS. I need your opinion before choosing CS. അപ്പോൾ ചോദിച്ചേക്കുന്ന MSc എടുക്കും, പക്ഷേ പ്രൈവറ്റ് കോളേജിലാണ്, നോട്ട് ടയർ 1 അല്ലെങ്കിൽ വലിയൊരു കോളേജിലല്ല. ചോദിച്ചേക്കണ CS നോർമൽ കോളേജിലെടുത്ത് നല്ല സ്കിൽ ഉണ്ടെങ്കിലാണോ കാര്യം, അല്ലെങ്കിൽ കോളേജ് മാറ്റേഴ്സ് എന്നാണോ? ദ ട്രൂത്ത് അബൌട്ട് ദിസ് ഇസ് യുവർ സ്കിൽ ഇസ് ദ പ്രയോറിറ്റി തിങ്. സ്കില്ലാണ് മാറ്റർ ചെയ്യുന്നത്. ഏത് കോളേജിൽ നിന്ന് പഠിച്ചോ എവിടെ കിട്ടിയെന്നൊന്നുമല്ല, നിങ്ങളുടെ സ്കില്ലാണ് ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത്. ആ സ്കില്ല് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഏത് ജോബ് അപ്ലൈ ചെയ്യാനും ഏത് ഇൻ്റർവ്യൂ പാസ് ചെയ്യാനും എല്ലാത്തിനും ആ സ്കില്ലാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. സോ യുവർ സ്കിൽ മാറ്റർ ദ മോസ്റ്റ്. എവിടെ പഠിക്കുന്നു എന്നല്ല, ബട്ട് ഇൻ മെനി കേസസ് ഇപ്പോൾ സ്കിൽസ് അത്ര ഇല്ലെങ്കിലും ഇഫ് യു ആർ ഫ്രം എ ഗുഡ് കോളേജ് യു മേ ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ Tier 1 കോളേജസിൽ വരുന്ന പ്ലേസ്മെൻറ്റ്സ് അല്ല ഇപ്പോൾ ഒരു Tier 2 അല്ലെങ്കിൽ Tier 3 കോളേജസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നതാണ് ടു പ്ലേസ്മെൻറ്റ്സ് ആൻഡ് ടു കമ്പനീസ്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ തന്നെ ഒരു കമ്പനിയിൽ ഇൻസ്റ്റെഡ് ഓഫ് അസ് ഗിവിങ് ആൻ എക്സാം ടു ദിസ് നാഷണൽ ക്വാണ്ടിഫയർ എക്സാം അല്ലെങ്കിൽ അങ്ങനത്തെ കോമൺ എക്സാംസ് കൊടുക്കുന്നതിന് പകരം കമ്പനി പ്ലേസ്മെൻ്റ് ആയിട്ട് കോളേജിലേക്ക് വരുമ്പോൾ നമ്മുടെ നമ്മൾ ഹയർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി അത് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇറ്റ് ആക്ച്വലി ഇൻക്രീസസ് ആ വിസിബിലിറ്റി. സോ പ്ലേസ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. കോളേജിൽ വരുന്ന പ്ലേസ്മെൻറ്റ്സും നമ്മൾ പോയി എഴുതുന്ന ഈ എക്സാം കോമ്പറ്റേറ്റീവ് എക്സാംസിലും കിട്ടുന്ന പ്ലേസ്മെൻറ്റ്സ് രണ്ട് ഡിഫറെൻ്റ്. ദർ ഇസ് എ വാസ്റ്റ്, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് വെരി റിയലി ഡിഫറെൻ്റ് ഇൻ ദോസ് 2 കേസസ്. സോ ഞാൻ പറയുന്നത് രണ്ട് കാര്യമായിട്ടാ. ടെക്നിക്കൽ സ്കില്ല് നല്ലോണം ഉണ്ടെങ്കിൽ ദെൻ യു ഷുഡൻ ബി വറീഡ് അബൌട്ട് എനിത്തിങ് എൽസ്, ബിക്കോസ് ദാറ്റ് ഈസ് ദ അറ്റ്മോസ്റ്റ് തിങ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഏത് കമ്പനീസിലും ഇപ്പോൾ ഇൻ്റർവ്യൂസും എല്ലാത്തിനും സ്കിൽ ഉണ്ടെങ്കിൽ ഇറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ബട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട് ഇൻ ദ കേസ് വെയർ ദ ടെക്നിക്കൽ സ്കിൽ ഇസ് ഇൻ മച്ച്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല എക്സ്പോഷർ കിട്ടാനും നല്ല പ്ലേസ്മെൻറ്റ്സിന് ഇരിക്കാനും ഒക്കെ ഒരു നല്ല കോളേജ് ആയിരിക്കും അതിൽ ബെറ്റർ. സോ ദീസ് ആർ 2 കേസസ് വിച്ച് ഇസ് ദെയർ. അപ്പോൾ നിങ്ങൾ MSc എടുത്താലും CS എടുത്താലും ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കിൽസ് വിച്ച് യു ഡെവലപ്പ്. അത് നിങ്ങൾ പഠിക്കുന്ന സ്കിൽസ് അല്ല, പഠിക്കുന്നതിൽ കുറച്ച് സ്കില്ല് കിട്ടുമായിരിക്കും വിത്ത് ദ ലാബ്സ് ആൻഡ് എവറിത്തിങ്, ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വി ഡു ഫോർ അവർ സെൽസ്. അപ്പോൾ സ്കില്ല് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊരിക്കലും കോളേജസ് നമ്മളതിന് വേണ്ടിയൊന്നും ഹെൽപ്പൊന്നും ചെയ്യില്ല. അവർ ജസ്റ്റ് എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള സിലബസ് എടുത്തങ്ങ് പോവും. പ്രാക്ടിക്കൽസ് ഉണ്ടാവും, ദാറ്റ് വിൽ ഹെൽപ്പ് അസ്. ലാബ്സ് ഉണ്ടാവും, അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ നല്ലോണം. പ്ലസ് എക്സ്ട്രാ നമ്മൾ സ്കിൽസ് നമ്മളതിന് ഡെവലപ്പ് ചെയ്യുക. കോഴ്സസ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ തന്നെ കുറേ കോഴ്സ് ഉണ്ടാവും ഫ്രീ ആയിട്ട്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടല്ല കേട്ടോ, ചേച്ചി TCSൽ ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡാണ് മെയിൻ, ടെക്നിക്കൽ കോഡിങ് 1 ഫുൾ കിട്ടിയാലും സെലക്ട് ആവില്ല. എനിക്ക് തോന്നുന്നു അപ്പോഴും അതൊക്കെ തന്നെ ആയിരുന്നു അവസ്ഥ. ഞാൻ ടെക്നിക്കൽ സ്കിൽ ഒരു എന്താ പറയുക, ദർ വാസ് 2 ക്വസ്റ്റ്യൻസ് കോഡിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം ശരിയായി. ആപ്റ്റിറ്റ്യൂഡ് ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ഞാൻ ശരിയാക്കി എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ആയിരിക്കും എനിക്ക് കിട്ടിയത്. ബട്ട് ആസ് ഇറ്റ് ഈസ്, പക്ഷേ ശരിക്കും ആപ്റ്റിറ്റ്യൂഡ് ഇസ് മാറ്റേഴ്സ് ദ മോസ്റ്റ് എന്നാണ് എല്ലാം പറയുന്നത്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ഇസ് സംതിങ് വിച്ച് യു ഹാവ് ടു ക്രാക്ക് ഫസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ തുടങ്ങാമെന്ന് ചോദിക്കുന്നവർക്ക് സ്റ്റാർട്ട് ബൈ പ്രാക്ടീസിങ് എവറിത്തിങ്. പ്രാക്ടീസിങ് ഒരു ദിവസം 10 ക്വസ്റ്റ്യൻ വീതം
പ്രാക്ടീസ് ചെയ്യുക. ഈ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ് എല്ലാത്തിനും സെയിം ആയിരിക്കും എന്തായാലും. അതിൽ മറ്റ് പെർസെൻറ്റേജ് റേഷ്യോസ്, പ്രോഫിറ്റ് ലോസ്, പിന്നെ ലോജിക്കലി വരുന്ന ആ ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറേ ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ. ആ ടോപ്പിക്സിൽ നിന്ന് ഓരോന്നെടുത്ത് ഓരോ ക്വസ്റ്റ്യൻ ഡെയിലി വെച്ച് സോൾവ് ചെയ്യാൻ നിങ്ങളൊരു 3rd ഇയർ ഹാഫൊക്കെ ആകുമ്പോൾ തുടങ്ങുക. അത് പിന്നെ ഒരു ശീലമായിട്ട് വരും. ഞാൻ ആക്ച്വലി ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ ഓരോന്ന് എഴുതിയാൽ പഠിച്ച് ഓരോ ടോപ്പിക്സ് വൈസ് നിങ്ങൾക്ക് കുറേ വീഡിയോസ് യൂട്യൂബിൽ കിട്ടും. അങ്ങനെ ചെയ്താൽ മതി. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്തത് ഒരു ശീലമാക്കുക. ആൻഡ് യു വിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് പെട്ടെന്നത് മനസ്സിലാവും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, യു ഹാവ് ടു സോൾവ്. ഇത് സെയിം എന്താ പറയുക, എല്ലാം പാറ്റേൺ സെയിം ആയിരിക്കും. ദ വേ ഇറ്റ് ഇസ് പുട്ട്, അല്ലെങ്കിൽ എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഡിഫറൻറ്റ് വരുള്ളൂ. സോ അത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ആപ്റ്റിറ്റ്യൂഡൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എഴുതി പഠിക്കുക, എന്നിട്ട് ക്രാക്ക് ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് കോച്ചിങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നു ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടൈമിൽ. സോ ദാറ്റ് ഓൾസോ ഹെൽപ്പ് ഹൗ ടു പ്രിപ്പയർ എന്ന് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഈസി ഫോർ മീ. കോച്ചിങ്ങും കിട്ടി, പ്ലസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നം വന്നിട്ടില്ല ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഇതിൽ. പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് ഞാൻ വലിയ ഇതൊന്നും ആയിരുന്നില്ല, ഒരു ആവറേജ് ആയിരുന്നു. ഐ വാസ് ഏബിൾ ടു പാസ് ഇറ്റ്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ കോഡിങ് പോയാലും ആപ്റ്റിറ്റ്യൂഡ് വഴി ജയിച്ചവർ എനിക്കറിയാം, അതുകൊണ്ട്. പിന്നെ കോഡിങ് മാത്രം രണ്ടും ശരിയാക്കി ജയിച്ചവരും ഉണ്ട്. സോ യു ക്യാൻ ഇറ്റ്സ് എ മിക്സ് ആക്ച്വലി. പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ജോബ് ഇൻ്റർവ്യൂ അല്ല, എനി എക്സാംസ്. ആപ്റ്റിറ്റ്യൂഡ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഇൻ്റർവ്യൂവിലേക്ക് കയറുള്ളൂ. ഇപ്പോൾ ഏത് എക്സാം ആയാലും, ബാങ്കിങ് ആണെങ്കിലും അതും ഇതും എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനുള്ള അങ്ങനെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ആപ്റ്റിറ്റ്യൂഡ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. ഐ വിൽ ഡു എ സെപ്പറേറ്റ് വീഡിയോ ഇഫ് യു വാണ്ട്. Chechi, could you please do a video on the skills you wished you have learned in your college life to make your work life easier? The main skill is coding skill. കോഡിങ് സ്കില്ല് എനിക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് മെയ്ഡ് സോ മച്ച് ഡിഫറൻസ് ഇൻ മൈ കരിയർ ടു ആൻഡ് എവറിത്തിങ്. എനിക്ക് കോഡിങ് കുറച്ചൊരു ടഫല്ല, എനിക്ക് കുറച്ച് സമയം എടുത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കെല്ലാം എളുപ്പത്തിൽ കിട്ടുന്ന ഒരാളല്ല. സോ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് എ ഫസ്റ്റ് തിങ്. സോ കോഡിങ് സ്കിൽസ് ഇസ് സംതിങ് വിച്ച് ഐ ഷുഡ് ഹാവ് ലേൺഡ് വെൻ ഐ വാസ് ഇൻ കോളേജ് ഇറ്റ് സെൽഫ്. അപ്പോൾ എനിക്കൊരു ബേസിക് അറിയായിരുന്നു, പക്ഷെ ഞാൻ കൂടുതലും അതിലേക്ക് എന്താ പറയുക, ഐ ഡിഡ്ന്റ് ഗോ മച്ച് ഡീപ്പർ ഇൻ ടു ദിസ്. സോ ഐ തിങ്ക് ദാറ്റ് വാസ് എ സ്കിൽ ഐ ഷുഡ് ഹാവ് ലേൺഡ്. പിന്നെ ചേച്ചി ആപ്റ്റിറ്റ്യൂഡ് പ്രിപ്പറേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ പ്ലീസ്? ഐ ആം എ ഫ്രഷർ. അതിനൊരു വീഡിയോ ചെയ്യാൻ ഞാനിപ്പോൾ കുറേ വർഷം, ഒരു 5-6 വർഷം മുമ്പാണ് ഞാൻ കോളേജ് പാസ് ഔട്ടായ. അപ്പോൾ ആ ടൈമിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത രീതിയിൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്താൽ അതാവുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് മോസ്റ്റ്ലി ഞാൻ ചെയ്തത്, ഞാൻ എല്ലാ ദിവസവും ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ച് പ്രിപ്പയർ ചെയ്തു. ഞാൻ ഒരു ബുക്ക് എടുത്ത് അതിൽ എഴുതി തുടങ്ങി, ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് തുടങ്ങി. എനിക്ക് വീക്കായിട്ടുള്ള ടോപ്പിക്സ് എനിക്കറിയായിരുന്നു. സോ ഐ ഗേവ് ഞാൻ കൂടുതൽ ടൈം ആ ടോപ്പിക്സിന് വേണ്ടി കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തത്. ടോപ്പിക് വൈസാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. പിന്നെ നമുക്ക് ഓൺലൈൻ ഗീക്സ് ഫോർ ഗീക്സ്, പിന്നെ അങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് സെയിം ടൈപ്പ് സാധനങ്ങൾ വരും. പിന്നെ അവർ തന്നെ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്നും കാണിക്കും. സോ ദോസ് ഓൾസോ ഹെൽപ്ഡ്. അതുപോലെ തന്നെ ഈ എക്സാംസിൽ NQT ആയാലും, വിപ്രോയിൻ്റെ ക്വാണ്ടിഫയർ ആയാലും, ഇൻഫോസിസിൻ്റെ ആയാലും എല്ലാത്തിൻ്റെ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടാകും. സോ ഐ ടുക്ക് ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് ആൻഡ് കമ്പയർഡ് ആൻഡ് അതൊക്കെ പഠിച്ചു. അതൊക്കെ ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്നൊക്കെ നോക്കി. സോ അതൊക്കെയാണ് എന്നെ ആക്ച്വലി ഹെൽപ്പ് ചെയ്തത്. ടു ഗിവ് എ ബ്രീഫ്, ഇനിയൊരു വലിയ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ബട്ട് എനിക്ക് നോക്കണം ഇപ്പോഴും ആ സിലബസ് എല്ലാം സെയിം ആണോ, ഇനി ചേഞ്ചസ് ഉണ്ടോ, അതങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ ഇടാം ആവശ്യമുണ്ടെങ്കിൽ. ECSനൊക്കെ ക്യാമ്പസ് സെലക്ഷൻ അല്ലാതെ ജോബ് കിട്ടാൻ വഴിയുണ്ടോ? ഞാൻ ഡിഗ്രി ഡിസ്റ്റൻ്റായി ചെയ്യുന്നുണ്ട്. ഞാൻ ഡെവലപ്മെൻറ്റ് പഠിച്ചൊരു കമ്പനിയിൽ വർക്ക് ആക്കിയിട്ടുണ്ട്. എനിക്ക് അതിന് അപ്ലൈ ആക്കാൻ പറ്റുമോ? ഇത് ഫ്രഷേഴ്സിനല്ല. ഫ്രഷേഴ്സ് വർക്കിംഗ് പ്രൊഫഷണൽസ് എങ്ങനെയാണ് MNCയിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്? മോസ്റ്റ്ലി അവർ ലിങ്ക്ഡിൻ വഴി പോസ്റ്റ് ഇടും. TCS ആണെങ്കിൽ അവർ ഒന്നില്ലെങ്കിൽ അവരവരുടെ സൈറ്റിൽ നോക്കിയാൽ ജോബ് ഓപ്പണിങ്സിൻ്റെ ലിസ്റ്റ് എല്ലാം ഉണ്ടാവും. പ്ലസ് അവർ ഞാൻ ലിങ്ക്ഡിനിലാണ് നോക്കിയേക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ അബൌട്ട് അതർ പ്ലാറ്റ്ഫോംസ്, ബട്ട് ലിങ്ക്ഡിനിൽ അവർ ജോബ് പോസ്റ്റ് ഇടും ഹയറിംഗ് എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെയും ചെക്ക് ചെയ്യുക. അവരുടെ ലിങ്ക്ഡിൻ പേജ് പോയിട്ട് ജോബ്സിൽ നോക്കിയാലും കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ പോയി TCS കരിയേഴ്സ് എന്നാണ് സൈറ്റ്, അവിടെ നോക്കിയാലും ജോബ്സ് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ അതും കാണാൻ പറ്റും. പിന്നെ ഹയറിംഗ് മാനേജേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ലിങ്ക്ഡിനിലിടുന്നത്. അപ്പോൾ TCS എന്ന് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ജോബ്സ് കമ്പനി വൈസ് സെർച്ച് ചെയ്യാനുള്ള ഫിൽറ്റർ ഉണ്ട് ലിങ്ക്ഡിനിൽ. അങ്ങനെ സെർച്ച് ചെയ്താലും TCSന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന പോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് റെഫറൽ വഴിയായിരിക്കും. അത് TCSൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളെ റെഫർ ചെയ്ത് അങ്ങനെയും ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ 3 ways I know in which you can find jobs in TCS or any other MNCs. മാം, ഞാൻ കറൻ്റ്ലി 2nd year കഴിഞ്ഞു. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്, മീൻസ് ലാംഗ്വേജ് മാത്രമല്ല, ലൈക്ക് മെൻറ്ററായിട്ട് ഉണ്ട്. ജൂനിയേഴ്സിന് സെക്ഷൻസ് കണ്ടക്റ്റ് ആക്കുമ്പോൾ ഇനി ഡേറ്റ സ്ട്രക്ചർ പഠിച്ചു തുടങ്ങണമിരിക്കുന്നു. അപ്പോൾ ഒരു മീഡിയം ലെവൽ വരുന്ന കമ്പനീസ് കിട്ടാൻ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്താൽ ഉപകാരമാകും. അപ്പോൾ അഗെയിൻ ഇഫ് യു ഹാവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ദാറ്റ് ഇസ് റിയലി ഗുഡ്. പ്ലസ് നിങ്ങൾക്ക് ബേസിക് നോളജ്, ഇപ്പോൾ DSC ആയാലും അൽഗോരിതംസ് ആയാലും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അതിനൊക്കെ ഒരു ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഫ് യു ആർ എ മെൻറ്റർ ആൻഡ് എവറിത്തിങ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. നൗ യു ഹാവ് ടു പ്രിപ്പയർ ടെക്നിക്കൽ വൈസ്. ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്ന ബേസിക് ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു കോഡിംഗ് ലെവൽ ടെക്നിക്കൽ ലെവൽ സ്കിൽസും കൂടി ആയാൽ ദെൻ ഐ തിങ്ക് യു ആർ ഗുഡ് ടു ഗോ ടു ഗിവ് എൻ ഇൻ്റർവ്യൂ ടു എനി കമ്പനീസ്. പിന്നെ ഹൗ ഡിഡ് യു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ? ഇത്രയും ഇംഗ്ലീഷ് ഫ്ലുവൻസി നേരത്തെ ഉള്ളതാണോ ഓർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇഫ് സോ ക്യാൻ യു ഷെയർ സം ടിപ്സ് ഫോർ ദാറ്റ്? ഇത് ആക്ച്വലി ഞാൻ പണ്ടോട്ടെ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറേ ഹെൽപ്പ് ചെയ്ത് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ എക്സ്പോഷറാണ്. സ്കൂളിൽ വെച്ച് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നെങ്കിലും ബട്ട് നമ്മളിങ്ങനെ കോമ്പറ്റീഷൻസിൽ എലക്യൂഷനായാലും സ്പീച്ചിനായാലും എല്ലാത്തിനും ഇങ്ങനെ പോയി നമ്മൾ ആ പേടി അങ്ങ് കളഞ്ഞു. നമുക്ക് തോന്നിയതുപോലെ ഇങ്ങനെ സംസാരിക്കാമെന്ന് ഇങ്ങനെ തോന്നി തുടങ്ങിയാൽ വേർഡ്സ് വിൽ കം ടു അസ്. പിന്നെ ഇംഗ്ലീഷ് മൂവീസ് ഞാൻ കാണുമായിരുന്നു, ബുക്സ് വായിക്കുമായിരുന്നു. ദിസ് ഓൾ ഹെൽപ്ഡ് ആക്ച്വലി ആഡഡ് ടു ദ ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കമ്മ്യൂണിക്കേഷൻ, ഞാൻ കോഴ്സൊന്നും പോയില്ല, ജസ്റ്റ് റീഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തു. പ്ലസ് ഞാൻ കാണുന്നതൊക്കെ സബ് ടൈറ്റിൽസ് വെച്ചിട്ട് കാണാൻ നോക്കി. സോ ദീസ് ഓൾ ഹെൽപ്പ് മീ ആക്ച്വലി. സ്റ്റിൽ ഐ എം നോട്ട് എ വെരി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ സംതിങ്, ബട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എനിക്ക് ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആഡ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രൈ ടു റീഡ് മോർ ബുക്സ്. അല്ലെങ്കിൽ നമുക്ക് തന്നെയിരുന്ന് സംസാരിക്കാൻ നോക്കുക, ടു അവർ സെൽവ്സ്. ഇറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. അതൊരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. തന്നെ നമ്മളോട് തന്നെ സംസാരിക്കുക ഇൻ ഇംഗ്ലീഷ്. അതിങ്ങനെ സംസാരിച്ച് നമുക്ക് ആ ഒരു സ്പീഡ് കൂടും, പ്ലസ് നമുക്ക് ആ ഫ്ലുവൻസി തന്നെ വരും. ഓക്കെ ചേച്ചി, ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ടെക്നിക്കൽ ഫീൽഡ് ബട്ട് ഐ റിയലി ലൈക്ക് ടു എൻ്റർ ദിസ് ഫീൽഡ്. വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ ടുക്ക് ദിസ്? പ്ലീസ് റിപ്ലൈ. നിങ്ങൾക്ക് ഇഷ്ടമാണ് ടെക്നിക്കൽ, ഐ എം സപ്പോസിങ് ദിസ് പേഴ്സൺ ഈസ് ഇൻ 12th ഓർ സ്കൂൾ ലെവലായിരിക്കും, എന്നിട്ട് ഡിഗ്രി ലെവലിൽ ഇത് എടുക്കാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ലവ് ടു എൻ്റർ ദ ടെക്നിക്കൽ വേൾഡ്, അതിനൊരു തുടക്കമാണ് എൻജിനീയറിംഗ് ഡിഗ്രി എടുക്കുക എന്നുള്ളത്. യു വിൽ ലേൺ ഇൻ ദീസ് 4 years. കോളേജിൽ ലേൺ ചെയ്യണം മാത്രമല്ല, എക്സ്ട്രാ നിങ്ങൾ സ്കിൽ സെറ്റും ഉണ്ടാക്കിയെടുക്കുക. ഇഷ്ടമാണെങ്കിൽ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഫീൽഡ് ടു കം ഇൻ. കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇഫ് യു ലവ് ദിസ് ടെക്നിക്കൽ ഫീൽഡ് ഇഷ്ടമാണെങ്കിൽ വൈ നോട്ട്? കുസാറ്റിൽ CSE പഠിച്ചാൽ നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുമോ? അബ്രോഡൊക്കെ പോകാൻ പറ്റുമോ? പ്ലീസ് റിപ്ലൈ. ഞാൻ +2 ബയോസയൻസ് ആണ് പഠിച്ചത്. ഐ വോണ്ട് ടു ബി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഈസ് ഇറ്റ് ടഫ്? കുസാറ്റ് ഇസ് എ വെരി ഗുഡ് കോളേജ്. എൻ്റെ അനിയൻ പഠിക്കുന്ന കുസാറ്റിലാണ്. സോ ഐ നോ സം വാട്ട് അബൌട്ട് ദ പ്ലേസ്മെൻറ്റ്സ്. ഇപ്പോൾ പ്ലേസ്മെൻറ്റ്സ് വരുന്ന കൂടുതൽ CSEക്കുള്ള പ്ലേസ്മെൻറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ നല്ല പ്ലേസ്മെൻറ്റ്സ് വരുന്നൊരു കോളേജാണ് കുസാറ്റ് എന്ന് പറഞ്ഞാൽ. മെനി പീപ്പിൾ ലവ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് കോളേജ്. ഈവൻ ഐ വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് കോളേജ്. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ പോയാൽ നല്ല പ്ലേസ്മെൻറ്റ്സ് കിട്ടും, അത് ഉള്ള കാര്യമാണ്. ബട്ട് ഇറ്റ് ഡിപ്പെൻസ്. ഇനിയിപ്പോൾ വരാൻ പോണ വർഷങ്ങളിൽ അത് കുറയോ കൂടോ ഒന്നും നമുക്കറിയില്ല. ബട്ട് ഇറ്റ്സ് എ ഗുഡ് കോളേജ്. ഇറ്റ്സ് എ Tier 1 കോളേജ് ഐ തിങ്ക്. ഞാൻ +2 ബയോസയൻസ് ആണ് പഠിച്ചത്. വാട്ട് ടു ബി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ? ഈസ് ദാറ്റ് ടഫ്? നോ. +2 നമ്മൾ +2 പഠിക്കുന്ന ഒരു ബേസിക് C++ അങ്ങനത്തെ ലാംഗ്വേജ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് തുടങ്ങുമ്പോഴും നിങ്ങൾ പഠിക്കുന്ന ഈ ബേസിക് തൊട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. സോ ഫോർ ദ പീപ്പിൾ ഹൂ വർ ഇൻ CSE ഇൻ 12th അവർക്ക് കുറച്ച് ഈസി ആയിരിക്കും. ബയോസയൻസുകാർക്ക് അത് ഫ്രം 0 ആയിരിക്കും നിങ്ങൾ തുടങ്ങുന്നത്. ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ.
ദാറ്റ് ഈസ് വാട്ട് യു ആർ സപ്പോസ് ടു ലേൺ. സ്റ്റാർട്ട് ചെയ്യണമല്ലോ എവിടെയെങ്കിലും, അതിപ്പോൾ ബയോ ആണെങ്കിലും CSE ആണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ, യു വിൽ ലേൺ ഫ്രം സ്ക്രാച്ച് ഇൻ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ. അപ്പോൾ എനിക്ക് അറിയുന്ന കുറേ ബയോസയൻസുകാർ എൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കലും ബയോസയൻസും എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ 12th എന്തെടുക്കുന്നു അതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ എവിടെ നിന്നാണോ ലേൺ ചെയ്ത് തുടങ്ങുന്നത് ദാറ്റ് മാറ്റേഴ്സ്. ചേച്ചി ഞാൻ 3rd ഇയർ കയറാൻ പോകുന്നേ ഉള്ളൂ. സോ ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആക്കിയാൽ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ്, എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ലതാണ്. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വീതം ഒരു ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു അ ലോട്ട്. ഈ NQT എക്സാം കഴിഞ്ഞുള്ളൂ. ഈ കഴിഞ്ഞ എക്സാമിൽ നിഞ്ച റോൾ ഇല്ലായിരുന്നു, ഓൺലി പ്രൈം ആൻഡ് ഡിജിറ്റൽ. ഇപ്പോൾ കാര്യം ഭയങ്കര പാട്. ഐ തിങ്ക് കട്ട് ഓഫ് ഇൻ ആപ്റ്റിറ്റ്യൂഡ് ഇസ് വെരി ഹൈ. ആക്ച്വലി ഹേർഡ് ദിസ്. ഇപ്പോൾ നിഞ്ച ഇല്ല. ദാറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ്. ഐ തിങ്ക് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കട്ടൗട്ട് ഇപ്പോൾ ഹൈ ആണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ നല്ലോണം പഠിക്കാതെ വേറൊരു വഴിയുമില്ല. ആസ് ഐ സെഡ്, ഫോർ എവറി സിംഗിൾ കമ്പനി ടു ഗെറ്റ് ഇൻ ആസ് എ ഫ്രഷർ യു നീഡ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ഇന്ന് തൊട്ടേ പഠിച്ചു തുടങ്ങുക. കുറച്ച് വിധമെങ്കിലും ഓരോ ദിവസം എടുത്ത് നോക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ എ ലോട്ട്. പ്രാക്ടീസ് അത്രേ എനിക്ക് പറയാനുള്ളൂ. I don't know what to choose after 12th, which path. If I take a gap year for preparing JEE and crack NIT, or to take CSE branch in a private college, I don't know. I'm confused. Can you please explain, or can you please say anything about this? അപ്പോൾ ഇതിന് പറയാനുള്ളത്, ഗ്യാപ്പ് ഇയർ എടുക്കണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിൽ ചേരണോ എന്നാണ് എന്നോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോളേജിൽ നല്ല കോളേജിൽ കിട്ടുന്നത് ഹെൽപ്സ് യു എ ലോട്ട് വിത്ത് എവറിത്തിങ്. അതിപ്പോൾ നല്ല പ്ലേസ്മെൻറ്റ് കിട്ടാനും അതെ, നല്ലൊരു എക്സ്പോഷർ കിട്ടാനും അതെ, അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊരു നല്ല കോളേജ് ഹെൽപ്സ് ഇൻ യുവർ കരിയർ. അപ്പോൾ നിങ്ങൾ ഒരു വർഷം ഗ്യാപ്പ് ഇയർ എടുത്ത് JEE പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇനഫ് യു ക്യാൻ ക്രാക്ക് JEE. ഇപ്പോൾ NIT-യിലായാലും IIT-യിലായാലും എവിടെയെങ്കിലും കിട്ടുമെന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ, IIT-യിൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഇപ്പോൾ ഒരു IIT-യിലും NIT-യിലും പഠിക്കുന്ന പോലെയല്ല ഒരു സാധാരണ ഒരു ഗവൺമെൻറ് കോളേജിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലോ പഠിക്കുന്നത്. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതൊരു വലിയ ഡിഫറൻസ് ആണ്. അപ്പോൾ ഒരു നല്ല സ്ഥലത്ത് കോച്ചിങ്ങിന് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് കോച്ചിങ്ങിന് പോയി ഒരു വർഷമുണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ടേക്ക് ദാറ്റ് ഇയർ സീരിയസ്ലി, അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എനിക്ക് ആ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ഡൺ ദ സെയിം. ഞാൻ പ്രിപ്പയർ ചെയ്ത് നല്ലൊരു റാങ്ക് മേടിച്ചിരുന്നൊക്കെ എനിക്ക് ഇപ്പോൾ തോന്നാറുണ്ട്. സോ ദിസ് ഈസ് യുവർ ടൈം, യു ഹാവ് ദാറ്റ് വിത്ത് യു. അപ്പോൾ അതെടുത്ത് ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്ത് നിങ്ങളത് നല്ലൊരു സ്കോർ കിട്ടുക, ഒരു NIT-യിലെങ്കിലൊക്കെ കയറുക. ഇറ്റ് വിൽ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ യുവർ കരിയർ. അതുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രൈവറ്റ് കോളേജിൽ ഇപ്പോൾ അത്ര കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഇരുന്നിട്ടും നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് വാട്ട് എവർ യു ഹാവ്, ബട്ട് ഇറ്റ്സ് യുവർ ചോയ്സ് കംപ്ലീറ്റ്ലി. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ദെൻ നോ വൺ ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് യു. നല്ലോണം പഠിക്കുക, അത് ക്രാക്ക് ചെയ്യുക, ആൻഡ് യു നോ then rest life sort പോലെ your life will be sorted if you are getting into a nice college. 50% of കാര്യങ്ങൾ സോർട്ട് ആവും നല്ലൊരു കോളേജ് കിട്ടിയെന്നാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. I don't know regarding everyone else, but that is what I have felt. Getting into a good college helps you a lot in your career. അപ്പോൾ നെക്സ്റ്റ്, where did you study? Is studying for CSE, which country is better? India, GCC countries or Europe? ഞാൻ പഠിച്ചത് ഇവിടത്തൊക്കെ തന്നെയാണ്. ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല എന്ന് പറഞ്ഞൊരു IHRD കോളേജിലാണ് പഠിച്ചത്. പിന്നെ ഈ സ്റ്റഡിങ് CSE വിച്ച് കൺട്രി ബെറ്റർ അതെനിക്കറിയില്ല കേട്ടോ. കൺട്രി വൈസ് അതെനിക്കറിയില്ല. ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഓഫ് കോഴ്സ്. നിങ്ങൾ പുറത്ത് പഠിക്കുന്നതും അവിടെ ഒരു ജോലി കിട്ടുന്നതും ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. your pay will be different, your work life will be different. ഓരോ കൺട്രിയിലെ വർക്ക് ലൈഫ് ഇസ് വെരി ഡിഫറെൻറ്റ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലായിരിക്കും ഏറ്റവും വൃത്തികെട്ട വർക്ക് ലൈഫ് ബാലൻസ് ഉള്ളത് കമ്പയർഡ് ടു അതർ കൺട്രീസ്. എവറി അതർ കൺട്രീസ് ഹാവ് എ വെരി ഗുഡ് ലൈഫ്. യൂറോപ്യൻ കൺട്രീസിൽ നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ വെയർ ടു സ്റ്റഡി ഐ ഡോണ്ട് നോ റിഗാർഡിങ് ദാറ്റ്. നിങ്ങൾ എവിടെ പഠിച്ചാലും അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഇന്ത്യയിൽ പഠിച്ച ഞാനാണെങ്കിൽ പറയുന്നത് ഇറ്റ് വാസ് ഗുഡ് ഫോർ മീ. ഞാനൊരു നല്ല കമ്പനിയിൽ കിട്ടി, TCSൽ കയറി, പിന്നെ ഞാൻ വേറെ കമ്പനീസിൽ കിട്ടി.
ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് സ്കിൽ വൈസ്. പിന്നെ പേ വാസ് റിയലി ലോ. അതുള്ള കാര്യം പറയുന്ന ഒരു ഫ്രഷർ ടീച്ചേഴ്സിൽ കയറുമ്പോൾ ഉള്ള സാലറി തന്നെ ആയിരിക്കും ഒരു 7-8 വർഷം കഴിഞ്ഞാലും അവിടെ പ്രത്യേകിച്ച് സാലറി ഹൈക്കൊന്നും വരാൻ പോകുന്നില്ല. സോ യു ഹാവ് ടു ജംപ് കമ്പനീസ്. അങ്ങനെ മാറിയാലേ നമ്മുടെ സാലറിയും കൂടുള്ളൂ. പക്ഷെ വർക്ക് ലൈഫ് ബാലൻസ് അപ്പോഴും ഇറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ ഹിയർ ഇൻ ഇന്ത്യ. നമ്മൾ എത്ര ജോലി ചെയ്യുന്നു അതിനുള്ള ഒന്നും നമുക്ക് കമ്പനീസിൽ നിന്ന് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല. അങ്ങനെയുള്ള കമ്പനീസ് ഇല്ല എന്നല്ല, ഉണ്ടാവും. ബട്ട് മോസ്റ്റ് ഓഫ് ദ MNCs ദേ വോണ്ട് ഈവൻ എന്താ നമ്മുടെ വർക്ക് ലൈഫിനെ കുറിച്ച് അവർ ചിന്തിക്കുക പോലുമില്ല. ദേ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് ദ വർക്ക് ഡൺ. പക്ഷെ അങ്ങനെയല്ല കമ്പനീസ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. മെയിൻലി ദിസ് യൂറോപ്യൻ കമ്പനീസ് ആർ വെരി ഗുഡ് ഇൻ മെയിൻറ്റെയിനിങ് ദാറ്റ് കൾച്ചർ, വർക്ക് ലൈഫ് കൾച്ചർ. അതൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ ഡിപ്പെൻഡ്സ് ഓൺ വെയർ യു ആർ, വാട്ട് യു ആർ ചൂസിങ്. അതിലെനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ആകെ ഇന്ത്യയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ബട്ട് ദർ ആർ മെനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് വർക്കിംഗ് ഇൻ ഇന്ത്യ ടു. സോ അതുണ്ട്. ഏത് കോഴ്സ് എടുക്കണം ചേച്ചി, അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമാണ്. ഏത് കോഴ്സ് എടുത്താലും അതിനുള്ള സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, എന്നിട്ടേ കാര്യമുള്ളൂ. കോളേജിൽ പഠിപ്പിക്കുന്ന മാത്രമല്ല, എക്സ്ട്രാ സ്കിൽസ് നിങ്ങൾ തന്നെ പഠിച്ചെടുക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കുറേ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ്. എൻ്റെ ഈ ഇതിൽ വന്ന കമൻസ് ഫുള്ള് ഞാനിപ്പോൾ എടുത്ത് വായിച്ചു, അതിനുള്ള ഉത്തരവും പറഞ്ഞു. ഐ ഹോപ്പ് ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ യു ഇൻ സം വേ ഓർ ദി അതർ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം എല്ലാം ഞാനിങ്ങനെ റിപ്ലൈ ചെയ്ത് അത് എത്ര നിങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എത്ര പേര് ഇത് കാണുമെന്ന് എനിക്കറിയില്ല. സോ ഐ തോട്ട് ടു മേക്ക് എ വീഡിയോ ഓൺ ദിസ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.